Hello dear students, good morning and welcome back to our class Business Regulations. We have completed the chapter Free Consent by the last class itself. And today we are moving to new chapter. As we know, in order to be a valid contract, a contract must have some essential elements such as offer and acceptance, intention to create legal relationship, lawful consideration, capacity of parties, free consent, lawful objective, agreement not expressly declared void, certainty of meaning, possibility of performance, and legal formalities. And we have discussed about offer and acceptance, lawful consideration, capacity of parties, and free consent. And in the new chapter, we are going to discuss another important element of a valid contract, that is legality of object and consideration. ഓക്കെ, നമുക്കറിയാം ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിലെ ഒബ്ജക്റ്റും കൺസിഡറേഷനും ലീഗലായിരിക്കണം. ഓക്കെ, ഒരു ഇല്ലീഗൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ അൺലോഫുൾ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വാലിഡ് ആവില്ല. ഓക്കെ, legality of consideration and object. For a valid contract, it is essential that the object or consideration of the agreement must be lawful. Section 10 of the Contract Act lays down that all agreements are contract if they are made for a lawful consideration and with lawful object. ഓക്കെ, കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിലെ ഒബ്ജക്റ്റീവും കൺസിഡറേഷനും വാലിഡ് ആയിരിക്കണം. ഓക്കെ, നിയമപരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം, നിയമപരമായിട്ടുള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അത്തരം കോൺട്രാക്റ്റുകളെ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതെല്ലാം കേസസിലാണ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലീഗൽ അല്ല എന്ന് നമ്മൾ പറയാം. ഓക്കെ, സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ. For a valid contract, it is essential that the object or consideration of agreement must be lawful. According to Section 23 of the Indian Contract Act, the object and consideration of an agreement shall be unlawful in the following cases. First one, if it is forbidden by law. Okay, നിയമപ്രകാരം തെറ്റായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഫോർബിഡൻ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അൺലോഫുൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, if the object or consideration of an agreement is doing of an act forbidden by law, the agreement is said void. As a matter of fact, an act is forbidden by law when it is punishable by criminal law of the country or when it is punished by a special legislation or by the regulation made by competent authority under power derived from the legislature. ഓക്കെ, സോ എപ്പോഴാണ് ഒരു ആക്ട് ഫോർബിഡൻ ബൈ ലോ ആണെന്ന് നമ്മൾ പറയുക, നിയമപ്രകാരം തെറ്റാണെന്ന് നമ്മൾ പറയാം. അത്തരം ആക്ട് ചെയ്യുന്നത് പണിഷബിൾ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതൊരു കുറ്റകൃത്യമാണെന്നുണ്ടെങ്കിൽ, അതിന് ശിക്ഷാവിധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആക്ടുകളെയാണ് നമ്മൾ വിച്ച് ഈസ് ഫോർബിഡൻ ബൈ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം എന്തെങ്കിലും ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസിഡറേഷൻ ആണ് കോൺട്രാക്റ്റിന് ഉള്ളതെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അത്തരം കൺസിഡറേഷൻ അൺലോഫുൾ ആയിരിക്കും. ഓക്കെ, മറ്റൊന്ന്, ഇഫ് ഇറ്റ് ഡിഫീറ്റ്സ് ദി പ്രൊവിഷൻ ഓഫ് എനി ആക്ട്. ഓക്കെ, ഏതെങ്കിലും നിയമത്തിൻ്റെ എന്തെങ്കിലും പ്രൊവിഷൻ ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ആക്റ്റുകളും അല്ലെങ്കിൽ അത്തരം ഒബ്ജക്റ്റുകളും കൺസിഡറേഷനുകളും അൺലോഫുൾ ആണ്. ഓക്കെ, അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓഫ് സച്ച് നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദി പ്രൊവിഷൻ ഓഫ് ലോ, എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. ഓക്കെ, ആ എഗ്രിമെൻറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നിയമം അവിടെ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡാണ്. ദെൻ ഹിയർ ലോ മീൻസ് ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ്, ദി റൂൾ ഓഫ് ഹിന്ദു ആൻഡ് മുഹമ്മദൻ ലോ ആൻഡ് അതർ റൂൾസ് ഓഫ് ലോ ഇൻഫോഴ്സിങ് ലോ. ഓക്കെ, ഇവിടെ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു പറയുമ്പോൾ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? ഒന്ന് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ. ഓക്കെ, മറ്റൊന്ന് ഹിന്ദു ആൻഡ് മുഹമ്മദൻ റൂളുണ്ട്. ഓക്കെ, മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും നിയമങ്ങളുമുണ്ട്. അത്തരം നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാലും അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് അതർ റൂൾസ് ഓഫ് ലാൻഡ് ഇൻഫോഴ്സിങ് ലോ. ഓക്കെ, ഇന്ത്യയിൽ നിലവിലുള്ള മറ്റെല്ലാ നിയമങ്ങളും. ഇതിൽ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന രീതിയിലാണ് എഗ്രിമെൻ്റ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് ആയിരിക്കും.
Then if it is fraudulent, if the two parties agrees to practice a fraud on third party, then the agreement between parties is unlawful and void. ഓക്കെ, സോ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിയെ, ഒരു തേർഡ് പാർട്ടിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് ആയിരിക്കും. ഓക്കെ, അവിടെ ഒബ്ജക്റ്റ് അൺലോഫുള്ളാണ്. ഓക്കെ, അവിടെ ഒബ്ജക്റ്റ് ഓഫ് എഗ്രിമെൻറ്റ് അൺലോഫുള്ളാണ്. ഓക്കെ, മറ്റൊരാളെ ചതിക്കുക എന്നുള്ളത് നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമാണ്. Then if it is injurious either to the person or his property, it involves or implies injury to the person or property of another. Example, an agreement to indemnify a person against the consequences of publication of libel. ഓക്കെ, സോ മറ്റൊരു തേർഡ് പേഴ്സണെ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടാക്കുക, അയാളുടെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയാൽ അത്തരം എഗ്രിമെൻറ്റുകളുടെ ഒബ്ജക്റ്റും അൺലോഫുള്ളായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് ആയിരിക്കും. ദെൻ ഇഫ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ഇമ്മോറൽ, the term immoral depends upon the standard of morality prevailing at a particular place and time. If the consideration for the agreement is an act of sexual immorality, for example, illicit or cohabitation and prostitution, the agreement is illegal. ഓക്കെ, ഒരു എഗ്രിമെൻറ്റിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇമ്മോറൽ ആണെന്നുണ്ടെങ്കിൽ, സദാചാരപരമായിട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ അത്തരം കൺസിഡറേഷനും അൺലോഫുള്ളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത്തരം കോൺട്രാക്റ്റുകൾക്കും വാലിഡിറ്റി ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇവിടെ ഇമ്മോറൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സദാചാരം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് നിലവിലുള്ള സ്റ്റാൻഡേർഡാണ്. ഓക്കെ, where the consideration or object of an agreement is such that court regard it as immoral, the consideration becomes void. Okay, the law does not allow an agreement tainted with the immorality to be enforced. Okay, what is immoral depends upon the standard of morality prevailing at the particular time and as proved by court. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ അത് മോറലാണോ ഇമ്മോറലാണോ എന്ന് കോടതി ആണ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കോടതിയിലാണ് തെളിയിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്മോറൽ ആണെന്ന് തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇഫ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് പോളിസിക്ക് എതിരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പൊതുവായിട്ട് നമുക്കൊരു പബ്ലിക് പോളിസി ഉണ്ടായിരിക്കും. ആ പബ്ലിക് പോളിസിക്ക് എതിരാണെന്നുണ്ടെങ്കിൽ അത്തരം ഒബ്ജക്റ്റുകളും അല്ലെങ്കിൽ അത്തരം കൺസിഡറേഷനുകളും ഇല്ലീഗലായിട്ടാണ് കണക്കാക്കുന്നത്, അൺലോഫുള്ളാണ് കണക്കാക്കുന്നത്. അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് ആയിരിക്കും. ഓക്കെ, ദി എഗ്രിമെൻറ്റ് ദാറ്റ് ആർ ഇൻജൂറിയസ് ടു പബ്ലിക് ഓർ വിച്ച് ആർ എഗെയിൻസ്റ്റ് ദി പബ്ലിക് ഗുഡ് ഓർ പബ്ലിക് വെൽഫെയർ ആർ വോയിഡ്. ഓക്കെ, ഇവിടെ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി എന്ന് പറയുന്നത് എന്താണ്? ദി കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഓക്കെ, ഇൻ ദി ഐ ഓഫ് കോർട്ട്. ഓക്കെ, കോടതി അങ്ങനെ കണക്കാക്കണം. ഓക്കെ, അത് പബ്ലിക് പോളിസിക്ക് ഒപ്പോസിറ്റ് ആണ് എന്ന് കോടതി കണക്കാക്കി കഴിഞ്ഞാൽ അത്തരം എഗ്രിമെൻറ്റുകളും വോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ഈസ് വോയിഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതെല്ലാം എഗ്രിമെൻറ്റ്സ് ആണ് കൺസിഡർഡ് ടു ബി ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി? An agreement is said to be opposite to public policy when it is injurious to welfare of the society. Following agreements have been declared by the court as opposite to public policy. ഒരുപാട് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. എഗ്രിമെൻറ്റ്സ് ഫോർ ട്രേഡിംഗ് വിത്ത് ആൻ ഏലിയൻ എനിമി, എഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫ്ലിംഗ് ഓർ സപ്രസിംഗ് പ്രോസിക്യൂഷൻ, എഗ്രിമെൻറ്റ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേർട്ടി, എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസസ് ആൻഡ് ടൈറ്റിൽസ്, മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻറ്റ്സ്, agreement in restraint of personal liberty, agreement in restraint of parental rights, agreements tending to create interest opposite to duty, agreements interfering with marital duties, agreements to vary the period of limitation, agreement to defraud creditor or revenue authorities, agreement to tending to create monopoly, agreement to commit a crime, agreement in restraint of marriage, agreement in restraint of trade, and agreements in restraint of legal proceedings. Okay, so ഓരോ കേസസ് നോക്കാം. ഫസ്റ്റ് വണ് ട്രേഡിംഗ് വിത്ത് ആൻ ഏലിയൻ എനിമി. All agreements made with an alien enemy unless made with the permission of government are illegal on the ground of public policy. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ഏലിയൻ എനിമിയുമായിട്ട് നമ്മുടെ രാജ്യവുമായിട്ട്
യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ ആളുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, അയാളുമായിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് അൺലോഫുള്ളാണ്. ഓക്കെ, that means agreement which are entered into before the outbreak of war are either dissolved or suspended till the end of the hostilities as part of intention of the parties. Okay, so യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുന്നെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ ഡിസോൾവ് ചെയ്യുകയും വേണം. ഓക്കെ, ക്യാൻസൽ ചെയ്യുകയും വേണം. ദെൻ എഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ. An agreement which seeks to be absolve an offender of criminal liability or excuse him for prosecution or to withdraw criminal case pending against him known as an agreement stifling prosecution. Okay, so നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ അൺലോഫുള്ളാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു റോബറി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി റോബറി ചെയ്തു. ഓക്കെ, അയാൾ കളവ് ചെയ്തു. ദെൻ ഈ മോഷണ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, FIR ഒക്കെ രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഔട്ട് ഓഫ് ദി കോർട്ട്, ഓക്കെ, അവരൊരു എഗ്രിമെൻറ്റിലെത്താണ്. അതായത് ഇപ്പോൾ മോഷ്ടിച്ച സാധനം തിരിച്ചു തരാം, പകരം കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് അത്തരം ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് ആയിരിക്കും. ഓക്കെ, കാരണം ഓൾറെഡി നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരം എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, നമ്മളിപ്പോൾ FIR ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മളൊരു കോംപ്രമൈസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ. ഓക്കെ, അല്ലാത്ത പക്ഷം ഓൾറെഡി നിയമം നടന്നുകൊണ്ടിരിക്കുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കേസിൽ എന്തെങ്കിലും വിധി ഉണ്ടാവുന്നത് വരെ യാതൊരു തരത്തിലുള്ള എഗ്രിമെൻറ്റുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, മറ്റൊന്ന് മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേർട്ടിയാണ്. ഓക്കെ, എഗ്രിമെൻറ്റ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേർട്ടി. ആൻ എഗ്രിമെൻറ്റ് വിച്ച് improperly promotes litigation is opposed to public policy. Such agreements may be either maintenance or chamberty. Here, maintenance is an agreement to give assistance, financial or otherwise, to another to enable to bring a legal proceeding against a third person when the person giving assistance has got no legal interest of the sound in the subject matter. Okay, അതായത് ഒരു തേർഡ് പേഴ്സണെതിരെ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? സി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്നാൽ എക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പും ഇല്ല. ഓക്കെ, എങ്കിലും സിയോടുള്ള എന്തെങ്കിലും മുൻവൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലോ സിക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡാണ്. ഓക്കെ, അത്തരം എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് കേസ് നടത്താനുള്ള എല്ലാ ചിലവും ഞാൻ തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് വാലിഡായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ചാമ്പേർട്ടി. ചാമ്പേർട്ടി ഈസ് ആൻ എഗ്രിമെൻറ്റ് വെർ ബൈ വൺ പാർട്ടി ഈസ് ടു അസിസ്റ്റ് അനദർ ടു ബ്രിങ് ആൻ ആക്ഷൻ ഫോർ റിക്കവറിങ് മണി ഓർ പ്രോപ്പർട്ടി ആൻഡ് ഈസ് ടു ഷെയർ ദി പ്രൊസീഡിങ് ഓഫ് ദി ആക്ഷൻ. ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാളെ സഹായിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളും വോയിഡായിട്ടാണ് കണക്കാക്കുന്നത്. ദ നെക്സ്റ്റ് വൺ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസസ് ആൻഡ് ടൈറ്റിൽസ്. ദി എഗ്രിമെൻറ്റ് ഫോർ ദി സെയിൽ ഓഫ് sale or transfer of public offices or to obtain public title like Padma Shri, Padma Bhushan, etc. for monetary consideration are illegal on the ground of being opposite to public policy. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിക് ടൈറ്റിൽസ് ഒക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡാണ്. ഓക്കെ, ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പത്മശ്രീ നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പത്മഭൂഷൺ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽസുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് ഏർപ്പെടുകയാണ്. ഓക്കെ, എനിക്ക് പത്മശ്രീ തരണം, ഞാൻ താങ്കൾക്ക് ഇത്ര രൂപ നൽകാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളൊക്കെ പബ്ലിക് പോളിസിക്ക് ഒപ്പോസിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത്തരം എഗ്രിമെൻറ്റുകളൊക്കെ അൺലോഫുള്ളാണ്. ഓക്കെ, മറ്റൊന്ന് എഗ്രിമെൻറ്റ് ടെൻഡിങ് ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഒപ്പോസിറ്റ് ടു ഡ്യൂട്ടി. ആൻ എഗ്രിമെൻറ്റ് വിത്ത് എ പബ്ലിക് സർവൻറ്റ് which obligates him to do something which is inconsistent with his official duty shall be void as being opposite to public policy.
ഓക്കെ, നമ്മൾ കൈക്കൂലിയൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അയാളെ പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളൊക്കെ എന്താണ്, വോയിഡാണ്. ഓക്കെ, നമുക്കറിയാം കൈക്കൂലി കൊടുക്കുന്നത് വാങ്ങുന്നതൊക്കെ എന്താണ്, തെറ്റാണ്. ഓക്കെ, നിയമപരമായിട്ട് ക്രിമിനൽ ഒഫൻസാണ്. ഓക്കെ, ദെൻ മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻറ്റ്സ്. Agreement to procure marriage for reward or agreement to pay money to the parent or guardian of a minor in consideration of his consenting to give the child in marriage are void. ഓക്കെ, നമുക്കറിയാം ഡൗറിയൊക്കെ നമ്മുടെ നാട്ടിൽ ലോ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതും വോയിഡ് ആയിരിക്കും. മറ്റൊന്ന്, agreement in restraint of personal liberty. An agreement which unduly restricts the personal liberty of any person is void on the ground of being opposed to public policy. ഓക്കെ, ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അതിനെ ലംഘിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളും വോയിഡ് ആയിരിക്കും. ഓക്കെ, കാരണം നമുക്കറിയാം വ്യക്തി സ്വാതന്ത്ര്യം പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ലംഘിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളും വോയിഡ് ആയിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് ഇൻ രജിസ്റ്റർ ഓഫ് പാരൻ്റൽ റൈറ്റ്സ്. ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് inconsistent with the duties arising out of such guardianship is void as being opposed to public policy. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള പാരൻ്റൽ റൈറ്റ്സിനെ ലംഘിക്കുന്ന രീതിയിൽ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളും വോയിഡ് ആയിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് ഇൻ ഇൻ്റർഫിയറൻസ് വിത്ത് മാരിറ്റൽ ഡ്യൂട്ടീസ്. എനി എഗ്രിമെൻറ്റ് വിച്ച് ഇൻ്റർഫിയറൻസ് വിത്ത് പെർഫോമൻസ് ഓഫ് മാരിറ്റൽ ഡ്യൂട്ടീസ് ഈസ് വോയിഡ്. ഫോർ എക്സാമ്പിൾ, ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ദി ഹസ്ബൻഡ് ഷാൾ ഓൾവേസ് ലീവ് അറ്റ് ദി വൈഫ്സ് ഹൗസ് ഹാസ് ഹെൽഡ് ടു ബി വോയിഡ്. ഓക്കെ, സോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷനെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ റൈറ്റ്സിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളും വോയിഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ദി എഗ്രിമെൻറ്റ് ടു വേരി ദി പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ. എഗ്രിമെൻറ്റ് ദി ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു curtail or extend the period of limitation prescribed by the law of limitation are void. ഓക്കെ, സോ നിയമപ്രകാരം ലോ ഓഫ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലോയെ തന്നെ ഉണ്ട്. ഓക്കെ, അതിൽ പറയുന്ന ലിമിറ്റേഷൻ പീരിയഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അത് ആൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളും വോയിഡ് ആയിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് ടു ഡീഫ്രോഡ് ക്രെഡിറ്റർ ഓർ റവന്യൂ അതോറിറ്റീസ്. The agreements, the object of which is to defraud the creditors or revenue authorities are void as being opposed to public policy. ഓക്കെ, ക്രെഡിറ്ററെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് റവന്യൂ അതോറിറ്റീസ് ഉണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റി പോലുള്ള, അല്ലെങ്കിൽ വാറ്റ് അതോറിറ്റി പോലുള്ള അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ അത്തരം റവന്യൂ അതോറിറ്റീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്ററെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളും ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആയിട്ടാണ് കണക്കാക്കുന്നത്. അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് ആയിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് ടെൻഡിങ് ടു ക്രിയേറ്റ് ലീഗൽ മൊണോപ്പൊളി. ആൻ എഗ്രിമെൻറ്റ് ദി ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു ക്രിയേറ്റ് മൊണോപ്പൊളി ഈസ് ഇല്ലീഗൽ ആൻഡ് വോയിഡ് ആസ് ബീയിങ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഓക്കെ, എന്തെങ്കിലും കുത്തകകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളും, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റും അൺലോഫുൾ ആയിട്ടാണ് കണക്കാക്കുന്നത്, അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് ആയിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം. ഓക്കെ, എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. ഓക്കെ, ഉദാഹരണമായിട്ട് അപ്പോൾ ഞാൻ താങ്കൾക്ക് 1000 രൂപ തരാം, താങ്കൾ ഒരാളെ മർദ്ദിക്കണമെന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അത്തരം എഗ്രിമെൻറ്റ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. വേർ ദി കൺസിഡറേഷൻ ഈസ് ആൻ എഗ്രിമെൻറ്റ് ഈസ് ടു കമ്മിറ്റ് എ ക്രൈം, ദി എഗ്രിമെൻറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. Likewise, an agreement to indemnify a person against consequences of his criminal act is void as opposite to public policy. ഓക്കെ, എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളും എന്താണ്, ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് എഗ്രിമെൻറ്റ്സ് ഇൻ്റർഫിയറിംഗ് വിത്ത് കോഴ്സ് ഓഫ് ജസ്റ്റിസ്. എ കോൺട്രാക്ട് ദി ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു ഇൻ്റർഫിയർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഈസ് ഒബ്വിയസ്ലി ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഓക്കെ, നിയമ നടപടികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളും വോയിഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരു കോടതിയിൽ ഒരു കള്ളസാക്ഷിയെ ഹാജരാക്കുക, അല്ലെങ്കിൽ ഒരു ഫോൾസ് എവിഡൻസ് ഹാജരാക്കുക,
ദെൻ ഏതെങ്കിലും തരത്തിൽ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളൊക്കെ എന്താണ് വോയിഡായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. Agreement in restraint of marriage of any person other than a minor is void. This is because the law regards marriage and married status are rights of every individual. ഓക്കെ, ഒരാളുടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മൈനർ അല്ലാത്ത ഒരു വ്യക്തിയുടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളും വോയിഡാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. കാരണം നമുക്കറിയാം എല്ലാ ആളുകൾക്കും വൈവാഹിക ജീവിതം നയിക്കാനുള്ളൊരു അവകാശം ഇന്ത്യൻ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ എ വാലിഡ് കോൺട്രാക്റ്റ്. താങ്ക് യു.